അല്ലാഹുവിന്റെ തൃപ്തി നീ നേടണേ, അതിന് നീ സദഖ കൊടുക്കണേ. രണ്ടാമതായിട്ട് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃപ്തി നീ നേടണം, അതിനുള്ള വഴി പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യലാണ്. മൂന്നാമതായിട്ട് ഞാൻ അവിടെ നിന്ന് വിശദീകരിക്കുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, മൂന്നാമത്തെ തൃപ്തി ആരുടെ തൃപ്തി എന്നറിയുവോ? നിനക്ക് ജന്മം നൽകിയ നിന്റെ മാതാപിതാക്കളുണ്ടല്ലോ, പടച്ചവനെ നിന്റെ പ്രിയപ്പെട്ട വാപ്പയുണ്ടല്ലോ, നിന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ, ആ മാതാപിതാക്കളുടെ തൃപ്തി നീ നേടണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ, പടച്ചവനെ ഒരു കച്ചവടം തുടങ്ങുമ്പോ, ഒരു വീട് പണി തുടങ്ങുമ്പോ ആദ്യം പോയിട്ട് ഉപ്പാനോട് പറയണം, പടച്ചവനെ ആ മനുഷ്യനല്ലേ നിനക്ക് ജന്മം നൽകിയത്, നിന്റെ പ്രിയപ്പെട്ട മാതാവുണ്ടല്ലോ, പടച്ചവനെ മകന്നതാ നാട്ടിലൊരു കട തുടങ്ങി, ഉമ്മ അറിഞ്ഞിട്ടില്ല സഹോദരാ, അവസാനം വീടിന്റെ അകത്ത് സമാധാനമില്ലാതെ ഉറക്കമില്ലാതെ പൊന്നുമകനെ വീടിന്റെ ഉമ്മറപ്പടിയിലിരിക്കുമ്പോ ഉറക്കമുടിഞ്ഞിരിക്കുന്ന മകന്റെ ചാരത്ത് വന്നിട്ട് ഉമ്മ ചോദിക്കുന്നു, എന്തേ മോനെ ഉറങ്ങാത്തത്? ഉമ്മ സർവ്വതും പോയുമ്മ, സർവ്വതും പോയുമ്മ. അപ്പോഴും ആ പാവപ്പെട്ട ഉമ്മ പറയുന്നത്, പടച്ചറബ് നിന്നെ കൈവിടില്ല മോനെ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നിന്റെ മാതാപിതാക്കളുടെ തൃപ്തി നീ നേടണേ, അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ച് വേണം നീ വീടിന്റെ കുറ്റിയടിക്കാൻ പോകാൻ. നീ പുതിയ കട തുടങ്ങാൻ പോകുമ്പോ നിന്റെ വാപ്പയോടും ഉമ്മയോടും പറയണേ, അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണേ. അവരുടെ ദുആയെക്കാളും വേറെ വലുതൊന്നുമില്ല സഹോദരാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് പഠിക്കു പൊന്നുമോനെ, മാതാപിതാക്കളുടെ ദുആ ഇല്ലാതെ രക്ഷയില്ലടാ പൊന്നുമോനെ. അവരല്ലേ നിന്റെ സ്വർഗവും നരകവും, അവരുടെ കാൽച്ചുവട്ടിലല്ലേ സ്വർഗം കിടക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ചില കച്ചവടക്കാർ ഇന്നും ജീവിച്ചിരിക്കുന്ന എത്രയോ സമ്പന്നന്മാരുണ്ട്, കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ളവരുണ്ട്. പടച്ചറപ്പേ, അവരുടെ ബല നമ്മൾ അറിയേണ്ടതെന്തെന്നറിയുമോ? പടച്ചവനെ അതാ കച്ചവടം കഴിഞ്ഞ് വൈകുന്നേരം തന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ആദ്യം കടന്നു ചെല്ലുന്നത് ഭാര്യയുടെ മുന്നിലല്ല, മക്കളുടെ മുന്നിലല്ല. കച്ചവടം കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വരുന്നവർ പ്രിയപ്പെട്ട ഉമ്മയുടെ ചാരത്ത് ചെല്ലുകയാണ്. ഉമ്മാന്റെ ചാരത്ത് ചെന്നിട്ട് പറയും, അന്നുമ്മ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ഉമ്മയുടെ കയ്യിൽ താക്കോല് കൊണ്ടുപോയി കൊടുക്കുന്നവരുണ്ട്. രാവിലെ കച്ചവടത്തിന് ഇറങ്ങി പോകുമ്പോ ഉമ്മയോട് പറഞ്ഞിട്ട് പോകുന്നവരുണ്ട്. അങ്ങനെ ചില മക്കളുണ്ട് സഹോദരാ, അങ്ങനെ ചില മക്കളുണ്ട് സഹോദരാ. പടച്ചവനെ, മഹാനായ ലുഖ്മാൻ ഹകീം റളിയല്ലാഹു തആല അൻഹു അങ്ങനെയുള്ള ഒരു മകനായിരുന്നു. എവിടെ പോയാലും ഉമ്മയോട് പറയാതെ പോകാറില്ല, എവിടെ പോയാലും ഉമ്മയോട് പറയാതെ പോകാറില്ല. ലുഖ്മാൻ ഹകീം റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ തന്റെ മാതാവിനോട് പറഞ്ഞു, ഉമ്മ ഞാൻ അവിടെ നിന്നൊരു യാത്ര പോവുകയാ, ഞാനൊരു യാത്ര പോവുകയാണ്. തിരിച്ചു വരുമ്പോ എന്റെ ഉമ്മയ്ക്ക് എന്താണ് വേണ്ടത്? തിരിച്ചു വരുമ്പോ എന്റെ ഉമ്മയ്ക്ക് എന്താണ് വേണ്ടത്? അവസാനം ഉമ്മ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട. എന്തു വേണം ഉമ്മ? തന്റെ പൊന്നാര മകൻ ഉമ്മയോട് സ്നേഹത്തോടെ ചോദിച്ചപ്പോ ലുഖ്മാൻ ഹകീം റളിയല്ലാഹു തആല അൻഹുവിനോട് മാതാവ് പറഞ്ഞത് എന്തെന്നറിയോ? നീ തിരിച്ചു വരുമ്പോ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് വാരിയിട്ട് വരടേ. നീ തിരിച്ചു വരുമ്പോ സ്വർഗത്തിലെ ഒരു പിടി മണ്ണുവായിട്ട് വേണം വരാറ്. സുബ്ഹാനല്ലാഹ്. ലുഖ്മാൻ ഹകീം റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട മാതാവിനോട് പറഞ്ഞു, ഉമ്മ സ്വർഗത്തിലെ മണ്ണാണോ വേണ്ടത്? സ്വർഗത്തിലെ മണ്ണാണോ വേണ്ടത്? ഞാൻ പോയിട്ട് തിരിച്ചു വരുന്നത് വരെ എന്റെ ഉമ്മയതിനെ കാത്തിരിക്കണ്ട. ഉമ്മയുടെ കാലിന്റെ മുമ്പിലിരുന്നു. എന്നിട്ട് പറഞ്ഞ് കാലുയർത്തുമ്മ. തന്റെ പ്രിയപ്പെട്ട മാതാവ് കാലുയർത്തുമ്പോ ഉമ്മ ചവിട്ടിയിരുന്ന സ്ഥലത്ത് നിന്ന് ഒരു പിടി മണ്ണ് വാരിയിട്ട് തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു, ഉമ്മ ഇതാ ഉമ്മ സ്വർഗത്തിലെ മണ്ണ്, ഇതാ ഉമ്മ സ്വർഗത്തിലെ മണ്ണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ സ്വർഗം കാൽച്ചുവട്ടിൽ കൊണ്ട് നടക്കുന്ന ഒരു മാതാവ് നിന്റെ വീടിനകത്തില്ലേ? ആ ഉമ്മയുടെ ദുആയെക്കാളും ലോകത്ത്
വെറുതെ വേറെയൊന്നുമില്ലല്ലോ. ആ ഉമ്മ ദുആ ചെയ്തിട്ടല്ലേ കണ്ണിന് കാഴ്ചയില്ലാത്ത മകൻ അല്ലാഹു കണ്ണിന്റെ കാഴ്ച കൊടുത്തത്. ഒരുപാട് ചരിത്രമറിയുമല്ലോ. എന്നെ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മാതാപിതാക്കളോട് മറച്ചു വെക്കുന്ന ഒരുപാട് ഭർത്താക്കന്മാരുണ്ട്. ഭാര്യയോടെല്ലാം പറഞ്ഞു കൊടുക്കും, ഭാര്യയോടെല്ലാം പറഞ്ഞു കൊടുക്കും. ആദ്യം പോയിട്ട് ഭാര്യയോട് പറഞ്ഞു കൊടുക്കും, ഉമ്മയോട് പറയാത്ത മക്കളുണ്ടല്ലോ. ഒരിക്കലും നീ അങ്ങനെ ആകരുത്, ഒരിക്കലും നീ അങ്ങനെ ആകരുത്. നിന്റെ ഉമ്മയുടെ മനസ്സ് വേദനിക്കരുത്, നിന്റെ ഉമ്മയുടെ മനസ്സ് വേദനിപ്പിക്കരുത്. അതിന് നിനക്ക് ഞാനൊരു ചരിത്രം പറയാ. എന്ത് കാര്യമുണ്ടെങ്കിലും ഭാര്യയോട് പറഞ്ഞു കൊടുക്കുന്നവര്, ഉമ്മയെക്കാൾ സ്ഥാനം ഭാര്യയ്ക്ക് കൊടുക്കുന്ന ഭർത്താക്കന്മാര്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ് അൽഖമ റളിയല്ലാഹു തആല അൻഹു. സാധാരണ ഒരു സ്വഹാബിയല്ല. അൽഖമ റളിയല്ലാഹു തആല അൻഹു സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ സ്വഹാബത്ത് വന്നിട്ട് പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്ന അൽഖമയുടെ ചാരത്ത് നിന്നിട്ട് ഞങ്ങൾ ശഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുമ്പോ അൽഖമയുടെ നാവ് പൊങ്ങുന്നില്ല നബിയേ, അൽഖമയുടെ നാവ് പൊങ്ങുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാ, ശഹാദത്ത് കലിമ പറയാൻ നാവ് പൊങ്ങാതെ വരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് സ്വഹാബികൾ അവിടുന്ന് പറയുമ്പോ റസൂലുള്ള ചോദിക്കുന്ന, സ്വഹാബാ, അൽഖമ 5 നേരവും നിസ്കരിക്കുന്ന സ്വഹാബിയായിരുന്നു. അൽഖമ 5 നേരവും നിസ്കരിക്കുമോ? സ്വഹാബികൾ പറഞ്ഞു, നിസ്കരിക്കും നബിയേ. ഒരു വഖത്ത് പോലും കളയാക്കാത്ത സഹാബിയാ. രണ്ടാമത്തെ ചോദ്യം എന്തെന്നറിയോ? അൽഖമയുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? നഅം യാ റസൂലല്ലാഹ്, അൽഖമയുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട് നബിയേ. പ്രവാചകൻ പറഞ്ഞു, വിളിച്ചു കൊണ്ടുവരാറ്. അൽഖമ റളിയല്ലാഹു തആല അൻഹുവിന്റെ മാതാവിനെ വിളിച്ചു കൊണ്ടുവരാറ്. റബ്ബേ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് മാതാവ് കടന്നു വരികയാ. ഉമ്മ എവിടെന്ന് ചോദിക്കുകയാണ്. ഉമ്മയോട് അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നു, ഉമ്മ, അൽഖമയുമായിട്ട് നിങ്ങൾ എങ്ങനെയാണ്? നിങ്ങളുടെ പൊന്നുമകനുമായിട്ട് നിങ്ങൾ എങ്ങനെയാണ്? ആ സമയത്ത് ഉമ്മ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, എനിക്കവനെ വല്ലാത്ത ഇഷ്ടമാ നബിയേ, എന്നോടവന് വല്ലാത്ത സ്നേഹമാ നബിയേ. ഞാൻ അവന് വേണ്ടി ജീവിച്ചതാ, ഞാൻ അവന് വേണ്ടി എന്റെ ജീവിതം മാറ്റിവെച്ചതാ. എനിക്ക് അവനോട് വല്ലാത്ത ഇഷ്ടമായിരുന്നു, അവനും എന്നോട് വല്ലാത്ത സ്നേഹമായിരുന്നു. പക്ഷേ യാ റസൂലല്ലാഹ്, പെണ്ണ് കെട്ടിക്കഴിഞ്ഞപ്പോ അൽഖമയുടെ സ്വഭാവം മാറി നബിയേ. അവൻ ഏറ്റവും കൂടുതൽ സ്നേഹം അവന്റെ ഭാര്യയോടാ. എന്നോടുള്ള സ്നേഹത്തിനേക്കാൾ അവന്റെ ഉമ്മയോടവൻ, അവന്റെ ഭാര്യയോടവന് വല്ലാത്ത സ്നേഹമാ. അവൻ എന്ത് കാര്യമുണ്ടെങ്കിലും ആദ്യം പറയുന്നത് ഭാര്യയോടാണ്. പിന്നെയോ എന്നോട് പറയാറുള്ളൂ, രണ്ടാമത് എന്റെ അടുക്കൽ പറയാറുള്ളൂ. അവൻ എന്നെയല്ലേ സ്നേഹിക്കേണ്ടത്, ഞാൻ അവന് വേണ്ടിയല്ലേ എന്റെ ജീവിതം മാറ്റിവെച്ചത്. യാ റസൂലല്ലാഹ്, എന്റെ മനസ്സിൽ വല്ലാത്ത വേദനയുണ്ട് നബിയേ. എന്തേ സഹോദരാ, എന്ത് കാര്യമുണ്ടെങ്കിലും ആദ്യം പറയുന്നത് ഭാര്യയോടാണ്, രണ്ടാമതേ ഉമ്മയോട് പറയാറുള്ളൂ. ഉമ്മയുടെ മനസ്സ് വേദനിച്ചു, ഉമ്മയുടെ മനസ്സ് വേദനിച്ചു. അൽഖമ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാ. ശഹാദത്ത് കലിമ പറയാൻ നാവ് പൊങ്ങുന്നില്ല. എന്തേ തെറ്റ്? അൽഖമ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മ പറഞ്ഞു, നബിയേ, അവൻ എന്ത് കാര്യം ഉണ്ടെങ്കിൽ ആദ്യം പെണ്ണുമ്പോൾ എടുത്ത് പറയും, പിന്നെ എന്നോട് പറയത്തുള്ളൂ. ഞാനവൻ്റെ ഉമ്മയല്ലേ, എന്നെക്കാളും സ്നേഹം അവൻ്റെ ഭാര്യയോടാ. എൻ്റെ മനസ്സ് വേദനിച്ചു നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സക്കറാത്തിന്റെ അവസ്ഥയിൽ ആ ഉമ്മ ഷഹാദത്ത് കലിമ പറയാൻ നാവ് പൊങ്ങണില്ല. നിങ്ങൾ പൊരുത്തപ്പെട്. ഞാൻ പൊരുത്തപ്പെടൂല നബിയെ, ഞാൻ പൊരുത്തപ്പെടൂല നബിയെ.
എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചരിത്രം എടുത്തു നോക്കുക. അവസാനം ആ ഉമ്മയുടെ പൊരുത്തം കിട്ടിയതിന് ശേഷമാ അൽഖമ റളിയല്ലാഹു തആല അൻഹു ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് മരിച്ചത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉമ്മയെ തല്ലിയതല്ല, ഉമ്മയെ പട്ടിണി കിട്ടതല്ല. അതാണ് ഉമ്മ. പെണ്ണുമ്പിള്ളയുടെ വാക്ക് മാത്രം കേൾക്കണ ഭർത്താക്കന്മാര് കേൾക്കണം. ഉമ്മയുടെ വാക്ക്, ഉമ്മയെ പരിഗണിക്കാത്തവരുണ്ടല്ലോ, ഉമ്മയെ തിരിഞ്ഞു നോക്കാത്തവർ. നാളെ രാവിലെ പത്രത്തിൽ കാണാം, പട്ടിയെ തല്ലുന്നത് പോലെ ഒരു അമ്മയെ തല്ലുന്ന ഒരു മകന്റെ വീഡിയോ. ഇപ്പൊ വൈകിട്ട് പത്രങ്ങളിൽ മൊബൈലിൽ കാണാം. എന്ത് ക്രൂരമായ രീതിയിൽ ഉമ്മമാരെ തല്ലുന്നവർ. എടുത്തല്ലേ ഒരു ചെറുപ്പക്കാരൻ തൻ്റെ അച്ഛനെയും തൻ്റെ അമ്മയെയും 33 വെട്ടോ 22 വെട്ട് നാലിച്ചൊക്കെ സ്വന്തം അച്ഛനെയും അമ്മയെയും. നമ്മൾ ചിന്തിക്കേണ്ടത് എവിടെയാ? നമ്മുടെ മുസ്ലിം പെൺകുട്ടിയല്ലേ കഴിഞ്ഞ ആഴ്ച ഉപ്പാപ്പായ ഉമ്മുമ്മായും ബാത്റൂമിനകത്ത് പൂട്ടിയിട്ട് ഒളിച്ചോടി പോയത്? നാലിച്ചൊക്കെ അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടെയാ? ഉമ്മയും ഉപ്പയും ആരാണെന്ന് നമ്മളിന്ന് മനസ്സിലാക്കണില്ല. അവരുടെ വിലയെന്താണെന്ന്. പണ്ടുള്ള എത്രയോ പണക്കാരന്മാരായ ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന സമ്പന്നന്മാര് എനിക്കറിയുന്ന പലരുമുണ്ട്. രാവിലെ കച്ചവടത്തിന് പോകുമ്പോൾ ഉമ്മയുടെ കയ്യിൽ നിന്ന് താക്കോല് വാങ്ങി ചുംബനം കൊടുത്തിട്ട് ഇറങ്ങിപ്പോകുന്ന മക്കൾ. നമ്മൾ മനസ്സിലാക്കേണ്ടെന്നറിയോ? നീ ഒരു കച്ചവടം ചെയ്തു, നീ വീടിനകത്ത് നീ വീട്ടിലേക്ക് കച്ചവടം കഴിഞ്ഞ് തിരിച്ചു കയറി വരുമ്പോ ഏതു ഭാര്യ വീടിന്റെ വാതിലിൽ നിന്നെ കാത്തിരിക്കണേ? പൂമുഖ വാതുക്കൽ എന്തോ ഒരു പാട്ടുണ്ടല്ലോ, പൂമുഖ വാതുക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാണ് എൻ്റെ ഭാര്യ, അല്ലേ? ഏത് ഭാര്യയാടാ ജോലി കഴിഞ്ഞ് വീട്ടിൽ കയറി വരുന്ന ഭർത്താവിനെ കാണാൻ വീടിന്റെ മുന്നിൽ നിൽക്കുന്നത്? ഏത് മക്കളാ കാത്തു നിൽക്കുന്നത്? നമ്മുടെ കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തുന്ന ഉമ്മയാണെങ്കിലും വാപ്പയാണെങ്കിലും നമ്മൾ വീട്ടിൽ കയറി ചെന്നില്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കും, എൻ്റെ മോൻ വന്നില്ലേ, എൻ്റെ മോൻ വന്നില്ലേ, എൻ്റെ മോൻ വന്നില്ലേ. എത്ര മണിയായാലും അവർ ഉറങ്ങില്ല. അതാ ഉമ്മ, അതാ ഉപ്പ. അതാണ് ഉമ്മയും ഉപ്പയും. അതാണ് അവരുടെ വില. ചിലപ്പോൾ അവര് തൊലി ചുളുങ്ങിയവരാവാം, മുടി നരച്ച് എല്ലും തോലുമായിട്ട് കിടക്കുന്നവരാകാം. നിനക്ക് അവരുടെ വില മനസ്സിലാകാഞ്ഞിട്ടാ. അവരുടെ മഹത്വം എന്താണെന്ന്. നിന്റെ കൂടെ കിടക്കുന്ന നിന്റെ ഭാര്യ ഒരു രാത്രി ഉറങ്ങാതെ നീ ടെൻഷൻ അടിച്ചു, എന്തായിക്ക കച്ചവടമൊക്കെ തകർന്നു മോളെ, ലക്ഷങ്ങളുടെ നഷ്ടം വന്നു. അപ്പൊ നിന്റെ പെണ്ണുപിള്ള എന്ത് പറയും? നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം, ഞാൻ പറഞ്ഞത് കേൾക്കാതെ പോയതല്ലേ. എന്നാ നീ കച്ചവടം തുടങ്ങിയപ്പോ ഒരു വാക്കുപോലും പറയാത്ത നിന്റെ ഉമ്മ നീ ഉറക്കമൊഴിഞ്ഞിട്ട് രാത്രി ഇങ്ങനെ ഇരിക്കുമ്പോ, എന്താ മോനെ കരയണേ? ഉമ്മ കച്ചവടമൊക്കെ പോയി മോനെ, ഉമ്മ അല്ലാഹ് സഹായിക്കും മോനെ. അതാ ഉമ്മ. അവിടെ ഉമ്മ നമുക്ക് ദുആ ചെയ്യുകയാ, സമാധാനിപ്പിക്കുകയാ. ഉമ്മയുടെ വിലയറിയണം, ഉമ്മയുടെ മഹത്വം അറിയണം, ഉമ്മയെ സ്നേഹിക്കാൻ പഠിക്കണം, ഉമ്മയും ഉപ്പയുടെ മഹത്വം നമ്മൾ പഠിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഉമ്മമാർ മരണപ്പെട്ടു പോയി നമ്മുടെ മാതാപിതാക്കളുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാപ്പയോ ഉമ്മയോ ജീവിച്ചിരിപ്പുള്ള മക്കളൊക്കെ ഒന്ന് കൈവക്കിക്ക്. വാപ്പായ ഉമ്മായ ആരെങ്കിലും ഉള്ളവരൊന്ന് കൈവക്കിക്ക്. ആണുങ്ങളും പെണ്ണുങ്ങളൊന്ന് കൈവക്കിക്ക്. അള്ളാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഈ അടുത്ത കാലത്ത് എപ്പോഴെങ്കിലും ഉമ്മായിക്ക് ഒരു ഉമ്മ കൊടുത്ത മക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്ക്. ഒന്ന് പൊക്കിക്ക്. പെണ്ണുമ്പിള്ളക്ക് കൊടുത്തോന്ന് ചോദിച്ചാതെ ഞാൻ പറയാം. സ്വന്തം ഉമ്മയ്ക്ക് ഉമ്മ കൊടുത്ത മക്കൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഉമ്മയുടെ വായിൽ കഴിക്കാൻ എന്തെങ്കിലും ഭക്ഷണം വാരി കൊടുത്തിട്ടുള്ളവരൊന്ന് കൈവക്കിക്ക്. തേങ്ങയെങ്ങും വീഴത്തില്ലല്ലോ തലയിലില്ലേ? ആലോചിച്ച് കൈവക്കിക്ക്. ഉമ്മായിക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തിന്നാൻ എന്തെങ്കിലും വാരിക്കൊടുത്തിട്ടുള്ള മക്കൾ. സുബ്ഹാനല്ലാഹ്, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. കണ്ടവന്റെ മക്കൾക്ക് വാരി കൊടുക്കും, വേണമെങ്കിൽ കാമുകിക്ക് കൊടുക്കും, പെണ്ണുമ്പിള്ളയ്ക്ക് കൊടുക്കും. നിന്നെ 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ച് നിനക്ക് വേണ്ടി ജീവിച്ച നിന്റെ ഉമ്മ. എന്തേ മനുഷ്യ, നീ തന്നെ നിന്നെക്കുറിച്ച് ചിന്തിക്ക. നീയാ നിന്റെ മോൻ പറഞ്ഞിട്ട് അനുസരിക്കണില്ല, അത് പരാതി പറയണേ. നിന്റെ മക്കള് നീ പറയുന്നത് അനുസരിക്കുന്നില്ല ഉസ്താദേ, എന്നെ ബഹുമാനിക്കുന്നില്ല ഉസ്താദ്. എങ്ങനെ ബഹുമാനിക്കാനാ? ഈ 10-40 കൊല്ലത്തിന്റെ ഇടയിൽ ജന്മം നൽകിയ പിതാവിനോ നൊന്തു പ്രസവിച്ച ഉമ്മാടെ വായിൽ ഒരു ഉരുള ഭക്ഷണം വാരി കൊടുക്കാത്ത നിനക്കിനി എന്ത് പുണ്യോടെ ചങ്ങാതി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇതാ ഞാൻ പറഞ്ഞത്. നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ നമ്മൾ പഠിക്കണം. അവരൊരു വലിയ സബ്ജക്റ്റാ. ഉമ്മായ്ക്ക് മാത്രമല്ല മഹത്വം. എല്ലാവരും ചോദിക്കും, ഉമ്മാടെ കാൽ ചുവട്ടിലാ സ്വർഗം കിടക്കണം. സ്വർഗം ഉമ്മാടെ കാൽ ചുവട്ടിൽ തന്നെയാ. പക്ഷെ വാപ്പായ്ക്ക് വിലയില്ല എന്നല്ല. വാപ്പ ആരെന്നറിയോ? സ്വർഗത്തിന്റെ മധ്യവാതില. ആ വാതിലിൽ കൂടെ വേണം സ്വർഗത്തിൽ കയറാൻ. വാപ്പായ്ക്ക് വിലയില്ല എന്നല്ല, വാപ്പ വലിയ മഹത്വമുള്ള ആളാ.
അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ജീവിതത്തിൽ ബറക്കത്ത് ഉണ്ടാകണമെങ്കിൽ വാപ്പാന്റെയും ഉമ്മാന്റെയും പൊരുത്തം വേണം. അവരോട് പറ ദുആ ചെയ്യാൻ. ആദ്യം പോയി, അല്ലാതെ പടച്ചോനെ കണ്ട ഉസ്താദന്മാരെയും തങ്ങന്മാരെയും മുഴുവനും കൊണ്ടുവന്ന് കടയിലും വീട്ടിലും ഇരുത്തി ദുആ ചെയ്യിപ്പിക്കുന്നുണ്ട്. പാവം തള്ള കിടക്കണ എവിടോ കിടക്കുന്നു. ഉമ്മാനെ കൊണ്ടുപോയി വൃദ്ധസദനത്തിൽ ഇട്ടിട്ട് നീ ദുആ ചെയ്യിപ്പിച്ചിട്ട് കാര്യമുണ്ടോ? എടാ, നീ എത്ര വലിയ കോടിക്കണക്കിന് ഉണ്ടാക്കിയവനാണെങ്കിലും നിന്റെ ഉമ്മയുടെയും ഉപ്പയുടെയും കണ്ണുനീര് വീണാ പിന്നെ എന്ത് സമ്പാദിച്ചിട്ട് എന്ത് കിട്ടാനാ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അവരുടെ ഒരു വാക്കുമതി സഹോദര, അവരുടെ ഒരു വാക്കുമതി നിന്റെ സർവ്വതും ചാമ്പലായി പോകാൻ. അവരുടെ മനസ്സൊന്ന് വേദനിപ്പിച്ചാൽ മതി. അത് എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും. ജുറൈജിന്റെ ചരിത്രം നമുക്കറിയാമല്ലോ. എത്രയോ വലിയ ചരിത്ര മഹാന്മാരുടെ ചരിത്രങ്ങൾ നമുക്കറിയാം. ഞാൻ ചരിത്രം പറഞ്ഞ് സമയം കളയുന്നില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ബറക്കത്ത് ഉണ്ടാകാനുള്ള വഴി എന്താ? അള്ളാഹുവിന്റെ സഹായം ലഭിക്കാനുള്ള നാലാമത്തെ വഴി, അഞ്ചാമത്തെ വഴി, മാതാപിതാക്കളുടെ പൊരുത്തം വേണം. അവരുടെ പൊരുത്തം കിട്ടണമെങ്കിൽ അവരോട് പറഞ്ഞ് അവരെ കൊണ്ട് നീ ദുആ ചെയ്യിപ്പിക്ക്. അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ നീ ചെയ്യ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ 5 കാര്യങ്ങൾ പഠിച്ചു. ഇനിയെങ്കിലും ഒന്ന്, എന്തെങ്കിലും കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ 2 റക്അത്ത് നിസ്കരിച്ച് ദുആ ചെയ്തിട്ട് തുടങ്ങണം. 2, അറിവുള്ളവരോട് ചോദിക്കണം. 3, മുശാവറ ചെയ്യണം. 3, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു സദക്ക ചെയ്യണം അള്ളാന്റെ തൃപ്തി കിട്ടാൻ. 4, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തം കിട്ടാൻ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യണം. ഒരു യാസീൻ ഓതി ദുആ ചെയ്യ്. 5, നിന്റെ മാതാപിതാക്കളുടെ പൊരുത്തം വേണം. അവരെ കൊണ്ട് നീ ദുആ ചെയ്യിപ്പിച്ച് അവരുടെ പൊരുത്തത്തോടു കൂടി നീ ചെയ്യ്. അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്തും. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ നിങ്ങൾ ചോദിച്ചു, സിറാജ് ഉസ്താദെ, ഞാൻ കട തുടങ്ങി, വീട് തുടങ്ങി, വണ്ടിയെടുത്തു, പെണ്ണ് കെട്ടി, ഇപ്പോഴാണോ ഇത് വന്ന് പറയണേ? അതൊരു ചോദ്യം തന്നെയാ. ഉസ്താദെ, ഇപ്പോഴാണ് ഇത് വന്ന് പറയണേ? എല്ലാം കഴിഞ്ഞു, ഇപ്പൊ കൊത്തുവാള എടുത്തിരിക്കുക. ഈ സമയത്ത് വന്നിട്ട് എരുതിക്കകത്ത് എണ്ണ ഒഴിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇനി അതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ വല്ല വഴിയുണ്ടോ? അതാ ചോദ്യം. അതാണ് ഇരിപ്പ്. രക്ഷപ്പെടാനുള്ള ഒരു വഴി പറഞ്ഞിട്ട് നമുക്ക് പിരിയാം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്തായാലും പെട്ടു, ഇനി രക്ഷപ്പെടണോ? പറ, വേണോ വേണ്ടേ? വേണമെന്നുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. അപ്പൊ നിനക്ക് ആഗ്രഹമുണ്ട്, അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. രക്ഷപ്പെടാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തരാം. പൈസയുടെ ചെലവൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് രക്ഷപ്പെടാനുള്ള ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിർത്താറായോ? പിന്നെ സമയം എന്തായി? ഇപ്പൊ 10:30 ആയുള്ളൂ. ഇനി അരമണിക്കൂർ എടുക്കണം. അൽഹംദുലില്ലാ, അജയര് വന്ന് കണ്ടില്ല കേട്ടാ. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. എന്തായാലും പെട്ടു. അമിനത്തെ പെട്ടില്ലേ? ഇപ്പൊ കിടന്ന്, ഉസ്താദ് എൻ്റെ കെട്ടിയവനൊന്ന് നിസ്കരിച്ചാൽ മതിയായിരുന്നു ഉസ്താദ്. എന്തൊരു ജീവിത ഉസ്താദ്. രക്ഷപ്പെടാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. ഇനി രക്ഷപ്പെടാനുള്ള വഴി അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രക്ഷപ്പെടാനുള്ള വഴി എന്താ? കഷ്ടപ്പാടില്ല, പൈസയുടെ ചെലവില്ല. രക്ഷപ്പെടാനുള്ള ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞു തരാ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാ, ഇനിയെങ്കിലും രക്ഷപ്പെടണോ? ഇനിയെങ്കിലും നിനക്ക് രക്ഷപ്പെടണോ? എന്റെ പ്രിയപ്പെട്ട സഹോദരാ, പെട്ടുപോയിട്ട് സമാധാനമില്ലാതെ കടന്ന് നരകിക്കുന്ന എത്രയോ പേരുടെ ജീവിതം നമുക്കറിയാം. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, നിനക്ക് ബർക്കത്ത് വേണോ? നിനക്ക് രക്ഷപ്പെടണോ? അള്ളാഹുവിന്റെ സഹായം വേണോ? അതിനുള്ള ഒരു എളുപ്പവഴി എന്തെന്നറിയുമോ? അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു, യാ ബുനയ്യ ഇദാ ദഖൽത അലാ അഹ്ലിക ഫസല്ലിം യകൂർ ബർക്കതൻ അലൈക വഅലാ അഹ്ലി ബൈതിക.
ഈ വഅദ് കേൾക്കാൻ വന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് ഇനിയെങ്കിലും നിന്റെ വീടിനകത്ത് ബർക്കത്ത് വേണോ? നിന്റെ അല്ലാഹു നിനക്ക് നൽകിയിരിക്കുന്ന കാര്യങ്ങളിൽ ബർക്കത്ത് വേണോ? കഷ്ടപ്പാടില്ല, ദുരിതമില്ല, ഉറക്കപിടിക്കണ്ട, പൈസ മുടക്കേണ്ട. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞ എളുപ്പ വഴി എന്തെന്നറിയോ? അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ വിളിക്കുന്നു, യാ ബുനയ്യ, കുഞ്ഞുമകനെ, അനസേ, നീ നിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയോ, ഇന്ന് വഅദ് കേട്ടിട്ട് ഇവിടെന്ന് പടച്ചവനെ 11 മണിക്ക് ദുആ ചെയ്തിട്ട് ഇവിടെന്ന് നിന്റെ വീട്ടിലേക്ക് കടന്നു പോകുമല്ലോ. നീ നിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ആ വീടിനകത്ത് കയറുന്നതിന് മുമ്പ് വീടിന്റെ വാതിലിൽ നിന്നുകൊണ്ട് നീ വീട്ടുകാരോട് പറയണം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു എന്ന് നീ സലാം പറഞ്ഞാൽ, നിനക്കും നിന്റെ വീട്ടുകാർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇനി മുതൽ നീ നിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നിന്റെ വീട്ടുകാരോട് നീ സലാം പറയണം. ആരാ പറയണേ? നാട്ടുകാരോട് പറയും, പെണ്ണുമ്പിള്ള എടുത്ത് പറയുവോ? മക്കളോട് പറയോ? പള്ളിയിലെ ഖത്തീബിനോട് പറയും, തങ്ങളോട് പറയും, റോഡെ വരുന്നവനോടും പോന്നവനോടും സലാം പറയും. ആരടാ വീട്ടിൽ ചെന്നിട്ട് പെണ്ണുമ്പിള്ള എടുത്ത് സലാം പറയാ? ആരാ? ഏത് പെണ്ണാ പറയാ? ഇന്ന് വയല് കഴിയുമ്പോ കാക്ക വിചാരിക്കും, പഠിച്ചവനെ വീട്ടിൽ പോകുമ്പോ ഇന്ന് പെണ്ണ് വയല് കെട്ടു, ഓള് വയല് കഴിഞ്ഞ് വീട്ടിൽ പോകും, ഭർത്താവ് അവിടെ ഹജ്ജ് ചെയ്തോണ്ടിരിക്കുക, വീടിനകത്ത് ഓമ്പിന്റെ വയലൊന്നും കേൾക്കില്ല. അപ്പൊ ഈ പെണ്ണ് വിചാരിക്കും, പഠിച്ചവനെ സലാം പറയണമെന്നല്ലേ ചങ്ങാതി പറഞ്ഞ്. വീടിന്റെ മുമ്പിൽ പോയി നിന്നിട്ട് പറയും, ബെല്ലടിച്ചു, ഭാര്യ വന്നു, വാതില് തുറന്നു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഓള് വിചാരിക്കും ചെയ്ത്താൻ വല്ലോ കൂടിയെന്ന്. കാരണം ഇന്ന് വരെ ജീവിതത്തിൽ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ല, ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ അത്ഭുതം? നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ പോയി ഇന്ന് സലാം പറഞ്ഞാൽ നിന്റെ പെണ്ണുമ്പോൾ ചിരിക്കും. നാളെ രാവിലെ ഉസ്താന്റെ അടുത്ത് പോകണം, ഇല്ലെങ്കിൽ തങ്ങളുടെ അടുത്ത് പോകണം, ഒരു ചരട് ഒതുക്കട്ടെ, എല്ലാം കൂടി എന്നാ വിചാരിക്കാം. ഇതാ നമ്മുടെ അവസ്ഥ. നമ്മൾ ആരാ? എങ്ങനെ ഒന്ന് പറഞ്ഞപ്പോ സലാം പറയണ എങ്ങനെയാപ്പാ? ഒരു സലാം പറ മനുഷ്യന്മാരെ. ഇത് നമ്മളെക്കാളും വലിയ പിശുക്കന്മാര് ലോകത്താരാവുള്ളേ. നിനക്ക് ബർക്കത്ത് വേണം. സലാം 3 രീതിയിൽ. 1 അസ്സലാമു അലൈക്കും, 2 അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, 3 അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബർക്കത്ത് വേണമെങ്കിൽ ഇത് മൊത്തവും പറയണം. പകുതി പറഞ്ഞ അവിടെ പോയി. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരു സലാം പറയുന്നതിൽ പോലും നമ്മൾ പിശുക്ക് കാണിക്കുന്നവരാ. അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും തന്നെ, വലൈക്കുസ്സലാം, വലൈക്കുസ്സലാം, വലൈക്കുസ്സലാം. നിനക്ക് ബർക്കത്ത് ഉണ്ടാകുന്നത് എങ്ങനെ? അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പോൾ ഒരു ഇൽമു പഠിച്ചില്ലേ? ഇന്നു മുതൽ നിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ വാപ്പയോ ഉമ്മയോ ഭാര്യയോ മക്കളോ ആരുണ്ടെങ്കിലും പറയണം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സലാം പറഞ്ഞ നീയും രക്ഷപ്പെടും, ആ വീട്ടുകാരും രക്ഷപ്പെടും. അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഒരു ഇൽമു പഠിച്ചില്ലേ? വേണമെങ്കിൽ പറ, എനിക്ക് അത്യാവശ്യമൊന്നുമില്ല, നിനക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. നിനക്ക് പൈസ ഉണ്ടായിട്ട് എനിക്കെന്ത് കിട്ടാനാ? നിനക്ക് ബർക്കത്ത് വേണമെങ്കിൽ നീ പറ. ഞാൻ പഠിച്ച ഇൽമ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. അല്ലാഹു സലാം പറയാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവർ, ഇനിയപ്പം ചോദിക്കും, കുടുംബസമേതം വയല് കേൾക്കാൻ വന്നില്ലേ? കുടുംബസമേതം നിങ്ങൾ വയല് കേൾക്കാൻ വന്നു, വീട്ടിൽ ആരുമില്ല, അപ്പൊ തിരിച്ചു പോകുമ്പോ സലാം പറയണോ? വീട്ടിൽ ആരുമില്ലല്ലോ. നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോ നിങ്ങളുടെ വീട്ടിൽ ആരുമില്ല, ഭാര്യയും മക്കളും എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ സലാം പറയണം. സലാം പറയണം. വീട്ടിൽ ആളില്ലെങ്കിൽ കട തുറക്കുമ്പോ നിന്റെ കടയിൽ ആരെങ്കിലും ഉണ്ടോ? നീ പോയി കട തുറക്കുമ്പോ അപ്പോഴും സലാം പറയണം. എങ്ങനെ? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ആളില്ലാത്ത വീട്ടിലേക്ക് നീ കയറി ചെല്ലുമ്പോ അവിടെന്ന് പറയണം, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ.
നീ എവിടെ ചെല്ലുമ്പോ പറയണം. കാരണം എന്റെ പ്രിയപ്പെട്ടവര്, വീട് പൂട്ടിയിട്ടിറങ്ങുമ്പോ നീ പറഞ്ഞല്ലോ തവക്കൽതു അലല്ലാഹ്. അല്ലാഹുവിന്റെ മലക്കുകൾ അവിടെ ഉണ്ടടാ സഹോദരാ. വൈകുന്നേരം കടയടച്ചിട്ട് അവസാനം പിരിയുമ്പോ നീ പറഞ്ഞല്ലോ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. അല്ലാഹുവിനെ തവക്കൽ ഏൽപ്പിച്ചിട്ടാ നീ നിന്റെ വീട്ടിലേക്ക് പോയത്. അല്ലാഹുവിന്റെ മലക്കുകൾ അവിടെ കാവൽ നിൽക്കുന്നുണ്ടല്ലോ. ഏത് കാര്യവും ചെയ്യുമ്പോ അങ്ങനെ പറഞ്ഞിട്ടല്ലോ. നിന്റെ വീടിന്റെ വാതിലടയ്ക്കുമ്പോ പോലും നീ തവക്കൽതു അലല്ലാഹ് പറഞ്ഞവരാ. അതുകൊണ്ട് നീ നിന്റെ വീട്ടിലേക്ക് പോകുമ്പോ വീടിനകത്ത് ആൾക്കാരുണ്ടോ, അവിടെ നിന്ന് നീ സലാം പറയണം. ഇല്ലെങ്കിൽ നീ പറയണം അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അവിടുന്ന് സലാം പറയണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ നഷ്ടമില്ലല്ലോ, ബറക്കത്തുണ്ടാകുന്ന വഴിയല്ലേ. അതാ സലാം പറയുന്നതിന്റെ മഹത്വം നമുക്കറിയില്ലല്ലോ. വാന്യബിന് ഉമാമ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഔലൻ നാസി ബില്ലാഹ് മൻ ബദാഹും ബിസ്സലാം. അല്ലാഹുവേ, പരസ്പരം കണ്ടുമുട്ടുമ്പോ സലാം പറയണമല്ലോ. നിങ്ങൾ സലാമിനെ അധികരിപ്പിക്കൂ, നിങ്ങൾ സലാമിനെ അധികരിപ്പിക്കൂ. കാണുന്നവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറയണേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു അവൻ പറയട്ടെ ഞാൻ പറയട്ടെ എന്നല്ല. ആരാണോ ആദ്യം സലാം പറയുന്നത്, ആദ്യം ആരാണോ സലാം പറയുന്നത്, എന്റെ പ്രിയപ്പെട്ടവർ, അവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അവർക്ക് അല്ലാഹുവിന്റെ സാമീപ്യം ലഭിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അല്ലാഹുവിലേക്ക് അടുക്കാറുള്ള ഒരു ഭാഗ്യമാണ്, പടച്ചറപ്പിന്റെ സാമീപ്യം കിട്ടുകയാണ്. അതിനുള്ള എളുപ്പവഴിയാണ് സലാമിനെ അധികരിപ്പിക്കലോ. മറക്കല്ലേ പെങ്ങള്. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അനസേ ബറക്കത്ത് വേണോ, രക്ഷപ്പെടണോ, അല്ലാഹുവിന്റെ സഹായം വേണോ? അവിടെന്ന് പറഞ്ഞു സലാം പറഞ്ഞാൽ പറഞ്ഞവനും അടക്കിയവനും അല്ലാഹു ബറക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എല്ലാവരും എഴുന്നേറ്റ്, ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും എഴുന്നേറ്റ്. അല്ലാഹു ഉറക്കം വരുന്ന എഴുന്നേക്ക്, എഴുന്നേറ്റ് മുണ്ടൊക്കെ ഒന്ന് നേരെ ഉടുത്തിക്ക്. എല്ലാവരും എഴുന്നേറ്റ്. റാഹത്തല്ലേ? താത്തമാരൊക്കെ എഴുന്നേറ്റില്ലേ? ഇൻഷാ അല്ലാഹ്. എന്നിട്ട് നിങ്ങളുടെ വലതും ഇടതും നിൽക്കുന്ന ആളുടെ കൈ പിടിച്ചിട്ടൊന്ന് സലാം പറഞ്ഞേ എല്ലാവരും. ചിരിക്കാനല്ല, വെറുതെ ആവത്തില്ല ഈ സലാം, വെറുതെ ആകത്തില്ല. ഞാൻ പ്രതിഫലം പറയാൻ പോവാ. ആമിനാത്ത അടുത്തിരിക്കണത് അമ്മായി അമ്മയാ, എന്നാലും പറഞ്ഞോ, അതിനോട് സലാം പറയണം. പറഞ്ഞോ, ഇന്ന് കയ്യെ പിടിച്ച സലാം പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം പറയാൻ പോവാ. ഈ പറയാ സ്റ്റേജിൽ ഇരിക്കണവരും പറഞ്ഞോ അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടോ കേട്ടോ. സലാം പറഞ്ഞാൽ ഉള്ള പ്രതിഫലം ഞാൻ പറഞ്ഞുതരാം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പറഞ്ഞു കഴിഞ്ഞാ എല്ലാരും പറഞ്ഞോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഞാനും പറഞ്ഞു മടക്കിക്കേ. അപ്പൊ ഏറ്റവും കൂടുതൽ പ്രതിഫലം എനിക്ക്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ സ്വർഗത്തിൽ വെച്ച് അല്ലാഹു ചിലരോട് ചോദിക്കും, നിനക്ക് എന്താ സന്തോഷമില്ലാത്ത, നിനക്ക് എന്താടാ സന്തോഷമില്ലാത്ത? അപ്പൊ പറയും, പടച്ചവനെ അല്ലാഹുവേ, എൻ്റെ കൂട്ടുകാരൻ നരകത്തിൽ കിടക്കുക. അല്ലാഹ് ഇന്ന് കൈപിടിച്ചില്ലേ? ഇൽമിന്റെ മജ്ലിസിൽ ഇരുന്ന് പരിചയപ്പെട്ട ഈ കൂട്ടുകാരൻ, ചിലർ വെള്ളിയാഴ്ച പള്ളി വന്നിട്ട് കൂട്ടുകാരാകാറുണ്ട്, ചിലർ കള്ളിഷാപ്പിലും പോയി ആകാറുണ്ട്. അത് പോട്ടെ. കഞ്ചാവടിക്കുമ്പോൾ കടത്തിണ്ണയിലിരുന്ന് കൂട്ടുകാരാ, അങ്ങനെയല്ല, നല്ല സ്ഥലങ്ങളിലിരുന്ന് കൂട്ടുകാരായവർ. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ സ്വർഗത്തിലും ഒരാൾ നരകത്തിലുമായി. അപ്പൊ സ്വർഗത്തിൽ കിടക്കുന്നവനോട് അല്ലാഹു ചോദിക്കും, നിനക്ക് എന്തേ സന്തോഷമില്ലാത്തത്? അല്ലാ, വഅദിന്റെ സദസ്സിൽ വെച്ച് പരിചയപ്പെട്ടൊരു കൂട്ടുകാരനുണ്ടായിരുന്നു റബ്ബേ, ഓ നരകത്തിൽ കിടക്കണല്ല, എനിക്ക് എങ്ങനെ സന്തോഷിക്കാൻ പറ്റുക? അല്ലാഹു ചോദിക്കും, നിനക്ക് അവൻ എത്ര ഇഷ്ടമാണ്? അതെ അല്ലാ, പോയി വിളിച്ചിട്ട് വാടാ. ഇന്ന് നീ സലാം പറഞ്ഞ കൈ പിടിച്ചില്ലേ, ചിലപ്പോൾ നാളെ അത് നിനക്ക് ഉപകാരപ്പെടും. അല്ലാഹു ഉപകാരപ്പെടുന്ന കൂട്ടുകാരാക്കുമാറാകട്ടെ. നാളെ ആഖിറത്തിൽ വെച്ച് ചിലപ്പോ ഇന്ന് ഈ സലാം പറഞ്ഞത് നിനക്ക് ഉപകാരപ്പെടും. പെങ്ങളെ,
നിന്നെ ചിലപ്പോൾ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ഈ കൂട്ടുകാരി നിനക്ക് ഉപകാരപ്പെടും. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പം നിന്റെ വീട്ടിൽ ബറക്കത്തും സന്തോഷവും സമാധാനവും അല്ലാഹു നൽകിയത് നിലനിൽക്കാനുള്ള ഒരു വഴി എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? വെടി കൊണ്ടതുപോലെ ഉറക്കപ്പറ സലാം പറയണം. ഇങ്ങോട്ട് എഴുന്നേറ്റ് ഫ്രണ്ടിലോട്ട് വന്ന എല്ലാവരും നിങ്ങളുടെ മുഖം കാണട്ടെ. ഞാൻ എഴുന്നേറ്റ് പോയി. ഞാൻ നിർത്തി. നിങ്ങൾ വാ, കസേര എടുത്തോണ്ട് വാ. നിങ്ങളെ കാണാനാ. കൊറോണ അടിച്ചു തീർന്നോ ഇല്ലയോ എന്ന് അറിയാനാ. വാ, കസേര എടുത്തോണ്ട് വാ. 1.5 കൊല്ലം കൊണ്ട് കൊറോണ കൊണ്ടുപോയതിനൊന്നും അറിയണില്ലല്ലോ. വാ, മുഖം കാണട്ടെ. വാ, നിങ്ങളൊക്കെ അവിടെ തന്നെ നിന്നോട്ടോ. ഞാൻ ദുആ ചെയ്യാൻ അവിടെ തന്നെ നിന്നോ. ഇങ്ങോട്ട് കയറ്. ബാക്കിയുള്ളവർ ഇങ്ങോട്ട് കയറ്. അൽഹംദുലില്ലാ. ഇങ്ങോട്ട് അടുത്ത് കയറി ഇരിക്കടോ. വാ വാ, ഓടി വാ. ഇൻഷാ അല്ലാഹ്. നിങ്ങളൊക്കെ ഇരിക്കടോ. നിങ്ങൾ നിൽക്കുവാണോ ഇരിക്കുവാണോ? ഇരിക്കുക. കുഴപ്പമില്ല. വാ. അൽഹംദുലില്ലാ. തങ്ങൾ ദുആ ചെയ്തിട്ട് പോത്തുള്ളൂ അവസാനം കേട്ടോ. ഇൻഷാ അല്ല, തങ്ങളുടെ ആ കാറിൻ്റെ അവിടെയൊക്കെ നിൽക്കണവരോട് ഒന്നീ സ്വർഗത്തിൽ കയറി, അല്ലെങ്കിൽ പോ. ഒന്നീ സ്വർഗത്തിൽ കയറി ഇരിക്കലേ. വീട്ടിൽ പോയി കിടന്നുറങ്ങും. പോ, ബിസ്മില്ലാ, പൊക്കോ. അൽഹംദുലില്ലാ. ഒന്നീ വീട്ടിൽ പോ, അല്ലെങ്കിൽ ഇങ്ങോട്ട് കയറ്. ദയമാനി വേണ്ടപ്പാ. അല്ലെ, ഒന്നീ സ്വർഗത്തിൽ കയറി ഇരിക്കലേ. പോയി കിടന്നുറങ്ങ്. അത്രയെങ്കിലും ആവട്ടെ. ഉറങ്ങിയ ആരോഗ്യമെങ്കിലും നല്ലതാവും. പൊക്കോ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ബറക്കത്ത് ഉണ്ടാകാനുള്ള ഒരു വഴി എന്താ? എങ്ങനെ സലാം പറയണം? അതോ പകുതി വെട്ടുവോ? വെട്ടൂല. 2. ഒന്നുകൂടെ പറഞ്ഞു തരട്ടെ. വേണോ വേണ്ടേ? വേണം. 2. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അള്ളാഹുവിന്റെ ബറക്കത്ത് കിട്ടാനുള്ള 2ാമത്തെ വഴി ഇജ്തമിഉ അലാ തുആമിക്കും. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏത് വീട്ടിലാണോ ഭാര്യയും മക്കളും ഭർത്താവും ഒരു കുടുംബം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്, ആ വീട്ടിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. ഏത് വീട്ടില് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീട് അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. ഒരുമിച്ചിരുന്ന് കഴിക്കൂലേ? ആരാ പറഞ്ഞേ? ഡൈനിങ് ടേബിളിന്റെ ചുറ്റും ഒരുമിച്ചിരുന്ന് കഴിക്കും. ആ വീട്ടിലല്ല. മനസ്സിലാക്ക്. ഒരു ഡൈനിങ് ടേബിളിന്റെ ചുറ്റുഭാഗത്ത് പാത്രവും പറക്കിയിട്ട് തിന്നുന്ന വീടല്ല. ഈ നാട്ടിലെ ഏറ്റവും മനോഹരമായ വീട് ഏതെന്നറിയോ? ഈ നാട്ടിൽ അള്ളാഹുവിന്, ഈ ആകാശത്തിന്റെ കീഴിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വീട് ഏതെന്നറിയോ? 4 വീടുകളാ. അള്ളാഹുവിന് അറിയുന്ന 4 വീടുകളുണ്ട്. ആ 4 വീട്ടിൽ ഒരു വീട് ഭാര്യയും ഭർത്താവും മക്കളും കൂടെ ഒരു പാത്രത്തിനകത്ത് കൈയിട്ട് ഭക്ഷണം കഴിക്കുന്ന വീടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഭാര്യയും ഭർത്താവും മക്കളും കൂടെ ഒരു പാത്രത്തിൽ കൈയിട്ട് തിന്നാം. അങ്ങനെ തിന്നാൻ ആരെങ്കിലും ഉണ്ടോ? ഭാര്യയും ഭർത്താവും മക്കളും കൂടെ ഒരു പാത്രത്തിനകത്ത് കൈയിട്ട് ഭക്ഷണം കഴിക്കുന്ന ഏതെങ്കിലും ഒരു മഖ്ലൂഖുണ്ടോ? അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിനക്ക് ബറക്കത്ത് വേണം, തരും. ആകാശത്ത് നല്ല ഇറക്കി തരും. കാത്തിരുന്നു. പക്ഷെ നീ ആലോചിച്ച് നോക്കിയേ, നമ്മുടെയൊക്കെ പഴയ കാലം ആലോചിച്ച് നോക്കിയേ. ഒരു ചെറിയ കുടിലിനകത്ത് എന്തൊരു സന്തോഷമായിരുന്നു. AC ഉണ്ടാവും, ഡബിൾ കോട്ട് കട്ടിലുണ്ടാവും, ഉടുത്ത മുണ്ടിരിഞ്ഞിട്ടല്ലേ നമ്മളൊക്കെ പൊതിച്ചിരുന്നേ. ആ വീട്ടിൽ സമാധാനം ഉണ്ടായിരുന്നു. കൂടപ്പറപ്പുകൾ തമ്മിൽ സ്നേഹമുണ്ടായിരുന്നു. എന്റെ അനിയൻ, എന്റെ ഏട്ടൻ, എന്തൊരു ബന്ധം എന്നറിയോ? ഭാര്യയും ഭർത്താവും വിട്ടുകൊടുക്കൂല, അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരം. ഇപ്പോഴോ അവൻ പീഡിപ്പിച്ചു എന്ന് കേസ് കൊടുക്കും. പോയിട്ട് വേണമെങ്കിൽ ഭർത്താവിന്റെ വാപ്പായും കൂടെ കയറി പിടിച്ചു, കേസ് വേറെ. എന്തുകൊണ്ട്? നിങ്ങൾ മനസ്സിലാക്കിക്കേ. പണ്ട് നമ്മുടെ ഉമ്മ ഒരു പാത്രത്തിനകത്ത് ചോറിട്ടങ്ങിട്ട് ഇളക്കില്ല, സിമെന്റ് കുഴക്കണ പോലെ. ഇന്നത്തെ മെഷീൻ ഉണ്ടല്ലോ, ഇതുപോലെ ഈ ചട്ടിക്കകത്ത് ഇട്ട് ഇങ്ങനെ കുഴയ്ക്കും. നമ്മളിങ്ങനെ കൊതിയോടെ നോക്കും, വേണോടാ വേണം, ഓടി ചെല്ലും, ഉമ്മ വാരിത്തരും. എന്തൊരു സന്തോഷം. അള്ളാഹു നമ്മുടെ ഉമ്മയ്ക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ. പേടിച്ചിന്നിട്ടില്ലേ? ഇന്ന് വഴുത് കഴിഞ്ഞ് വീട്ടിൽ പോകണം. എന്നിട്ടൊരു ചെറിയ പാത്രത്തിനകത്ത് ഇത്തിരി ചോറിട്ടിട്ട് ഈ 5-6 വയസ്സുള്ള മക്കളുടെ മുമ്പിൽ വെച്ച് നീ ഒന്ന് കുഴയ്ക്കണം. നീ ഇങ്ങനെ കുഴച്ചട്ടി വെക്കണം, മോനെ വേണോ, പാപ്പ തിന്നോളാൻ പറയും. ആ മക്കള് പോലും പേടിച്ചിന്നത്തില്ല. കാരണം എന്തേ? അത് വേസ്റ്റ് ആണെന്ന് അവൻ വിചാരിച്ചിരിക്കണേ. പണ്ട് ഭർത്താവ് തിന്നുന്ന പാത്രത്തിലെ ഭാര്യ കഴിക്കൂ.
ഭർത്താവ് കഴിച്ച പാത്രത്തിൽ ഇത്തിരി ബാക്കി വെച്ചേക്ക് എന്തിന്? ഭാര്യയ്ക്ക് കഴിക്കാൻ. ഏത് പെണ്ണുമ്പിള്ളയെ തിന്നണേ? ഭർത്താവ് തിന്നുന്ന പാത്രത്തിൽ കഴിക്കണ എത്ര പെണ്ണുമ്പിള്ളമാരുണ്ട്? ഇല്ല. ഇതാ നമ്മൾ അതുകൊണ്ടാണ് ശത്രുക്കളായി പോയെ. ഒരു പാത്രത്തിനകത്ത് നിന്ന് ഭക്ഷണം കഴിച്ചാൽ മനസ്സുകൾ തമ്മിൽ അടുക്കും, സ്നേഹബന്ധം ഉണ്ടാകും. ഇന്ന് ഏറ്റവും വലിയ ശത്രു ആരാ? നിന്റെ കൂടപ്പുറപ്പ് തന്നെ. നീ നാട്ടുകാരല്ല, നിന്റെ ഏറ്റവും വലിയ ശത്രു നിന്റെ കൂടപ്പുറപ്പ് തന്നെ. എന്തുകൊണ്ട്? മനസ്സങ്ങനെ ആയിപ്പോയി സഹോദര. ഒരു പാത്രത്തിനകത്ത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ അവരുടെ മനസ്സുകൾ തമ്മിൽ അടുക്കും, ആ വീട്ടിൽ ബർക്കത്തുണ്ടാകും. അതുകൊണ്ടാണ് ഈ അറബികളൊക്കെ വലിയൊരു പാത്രം, അതന്നെ വലിയൊരു പാത്രമുണ്ട്, ആ പാത്രത്തിനകത്തിരുന്ന് ഇങ്ങനെ കുടുംബസമേതം കഴിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അവിടെ വരുമ്പോൾ ഭക്ഷണം വെളിയിൽ പോകില്ല. അവിടെ വരുമ്പോൾ അതന്നെ വാപ്പ ഇരിക്കും, ബിസ്മി പറഞ്ഞിട്ടേ കഴിക്കാൻ തുടങ്ങത്തുള്ളൂ. അതാ നിയമം. പണ്ടുള്ള നമ്മുടെ വാപ്പമാര് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് കഴിക്കും. ഇപ്പോഴോ ബിസ്മി പറയാതെ ഭക്ഷണം കഴിച്ചാൽ ഇബ്ലീസ് മക്കളോട് പറയും, വെയിറ്റ്, ഭക്ഷണമൊക്കെ വിളമ്പി വെച്ചിരിക്കുന്നു. ഇബ്ലീസ് പറയും, നോക്കാൻ വല്ലതും ഉണ്ടോന്ന്. ബിസ്മി പറയാതെ ഭക്ഷണം കഴിച്ചാ ഓടിക്കോ മക്കളെ, കയറിക്കോടാ, പാപ്പാടേയും പെണ്ണുമ്പിള്ളയുടെയും മക്കളുടെയും തലയുടെ കട കയറിക്കോ, നിങ്ങൾ വാരി തിന്നോ. ബിസ്മി പറയാതെ ഭക്ഷണം കഴിച്ചാൽ ഇബ്ലീസും മക്കളും കൂടെ കയറിയിരുന്ന് കഴിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പിന്നെ ശൈത്താന്റെ സ്വഭാവം ഇല്ലാതെ വന്ന കുഴപ്പമില്ല, ആലോചിക്കുക. ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു പാത്രത്തിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക. വീട്ടിലൊരു പാത്രം വാങ്ങിച്ചു വെക്ക്, ഒരുമിച്ച് ആ പാത്രത്തിനകത്തിരുന്ന് ഭാര്യയും ഭർത്താവും മക്കളും നിങ്ങൾ ഒരുമിച്ച് കഴിക്ക്. ആ വീട്ടിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയുമോ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ നാശം വരാറുള്ള കാരണം എന്തെന്നറിയുമോ? നമ്മുടെ വീടിന്റെ അകത്ത് നാശം വരാറുള്ള കാരണം എന്തെന്നറിയോ? നമ്മൾ ഭക്ഷണത്തെ ആദരിക്കാത്തവരാ. നമ്മൾ ഭക്ഷണത്തിനോട് ആദരവ്, അള്ളാഹു തരുന്ന റിസ്ക്കാണ് ഭക്ഷണം, അള്ളാഹു ചെയ്ത നിഅമത്താണ് ഭക്ഷണം. ആ ഭക്ഷണത്തെ ബഹുമാനിക്കണം, ആദരിക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എങ്ങനാ ഭക്ഷണത്തെ ആദരിക്കേണ്ടത്? നിങ്ങൾ ഹദീസിന്റെ കിതാബ് എടുത്ത് നോക്ക്. നീ കടയിൽ നിന്ന് ഇറങ്ങുമ്പോൾ, പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ പറയും, ആമിന ഞാൻ വരുന്നുണ്ട്, വിളമ്പി വെച്ചോ. നീ ചെല്ലുമ്പോൾ ഡൈനിങ് ടേബിളിന്റെ മുമ്പിൽ ഭക്ഷണമില്ലെങ്കിൽ ബദർ യുദ്ധം നടക്കും വീട്ടിൽ. ഞാൻ എൻ്റെ ഉമ്മ പെങ്ങന്മാരോട് പറയുന്നു, ഒരൊറ്റ ഒരു സഹോദരിയും ഇനി ഭക്ഷണം വിളമ്പി വെക്കരുത്. നിനക്ക് സന്തോഷവും സമാധാനമുള്ള ഒരു ജീവിതം വേണോ? ഒരിക്കലും നിങ്ങൾ ഭക്ഷണം വിളമ്പി വെക്കരുത്. ഭക്ഷണം നമ്മളെ കാത്തിരിക്കരുത്, നമ്മൾ ഭക്ഷണത്തിനെ കാത്തിരിക്കണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആരെ കാത്തിരിക്കണം? നീ ചിന്തിക്കേണ്ടത് എവിടാ? നിന്നെ ഭക്ഷണം കാത്തിരിക്കരുത്, നീ കാത്തിരിക്കണം. അപ്പോഴാ അത് അള്ളാഹുവിന്റെ നിഅമത്താവുന്നേ. നീ പോയി ഇരുന്നതിന് ശേഷം ഭക്ഷണം വിളമ്പി കൊണ്ടുവെക്കണം. മറിച്ചോ അതിങ്ങനെ കാത്തിരിക്കണം. നിന്നെ പെണ്ണുമ്പിള്ള എടുത്തുകൊണ്ട് തരാ, 1 മിനിറ്റ് താമസിച്ചാൽ നീ ബദർ യുദ്ധം ഹോട്ടലിൽ പോയിട്ട് ഈച്ചയടിച്ചിരിക്കുമല്ലോ, എത്ര നേരം വേണമെങ്കിലും. ഒരൊറ്റ പെണ്ണും ഇന്നു മുതൽ നിങ്ങൾ ഭക്ഷണം നേരത്തെ വിളമ്പി വെക്കരുത്. വന്ന് ഭർത്താവ് കയ്യും കഴുകി ഇരുന്നതിന് ശേഷം മാത്രമേ ഭക്ഷണം വിളമ്പി അവിടെ കൊണ്ടുവെക്കാവൂ. ഇല്ലെങ്കിൽ അതിനെ നിന്ദിക്കുന്നതിന് തുല്യമാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പഠിക്ക്, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പോയി ഇരുന്നിട്ട് സമാധാനത്തോടു കൂടി കൊണ്ടുവച്ച് കഴിച്ചാൽ മതി. അതാണ് ഭക്ഷണത്തെ ആദരിക്കരുത്. നമ്മുടെ വീടിൻ്റെ അകത്തുള്ള സർവ്വ നന്മകളും നശിച്ചു പോകാനുള്ള കാരണം മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ തന്റെ വീടിനകത്തേക്ക് കടന്നു വരികയാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീടിനകത്ത് കടന്നു വന്നപ്പോ ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരൽപ്പം ഭക്ഷണം താഴെ വീണു. ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ താഴെ വീണ ഭക്ഷണം പരിഗണിക്കാതെ കഴിച്ചു കൊണ്ടിരിക്കുകയാണ്. ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ താഴെ വീണ ഭക്ഷണം പരിഗണിക്കാതെ കഴിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതെന്തെന്നറിയുമോ? ഇദാ സഖത്തത്തിൽ ലുഖ്മത്തു അഹദികും. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, താഴെ കിടന്ന ഭക്ഷണമുണ്ടല്ലോ അത് എടുത്ത് കടിക്കാതെ ആയിഷാ ബീബി ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോ റസൂലുള്ളാഹിന്റെ കണ്ണ് നിറയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ
കണ്ണ് നിറയുകയാ. ആയിഷ താഴെ കിടക്കുന്ന ഭക്ഷണമെടുത്ത് കഴിക്കുക. ആയിഷ, അത് അല്ലാഹു നൽകിയിരിക്കുന്ന നിഅമത്താ. അല്ലാഹു തന്ന നിഅമത്തിനെ നീ അവഹേളിക്കല്ലേ, നീ അവഹേളിക്കല്ലേ, അതിനെ നീ നിന്ദിക്കല്ലേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, നല്ല സമ്പത്തുണ്ടായിരുന്ന, നല്ല കച്ചവടമുണ്ടായിരുന്ന, സമാധാനമുണ്ടായിരുന്ന നിന്റെ ബിസിനസ് മുഴുവനും തകർന്ന് തരിപ്പണമായി, സമാധാനമില്ലാതെ തിന്നാ ഭക്ഷണം പോലുമില്ലാതെ നിന്റെ വീടിനകത്ത് ഭാര്യയും മക്കളും കുടുംബവും മുഖം മുഖം നോക്കിയിരിക്കുന്നല്ലോ. അതിന്റെ കാരണം എന്തെന്നറിയോ? ആണുങ്ങളോട് പ്രത്യേകമായിട്ട് പറയുകയാ, നീ അതാ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ആ താഴെ വീണെന്ന ഭക്ഷണത്തെ നീ അവഹേളിക്കല്ലേ, നീ അതിനെ നിസ്സാരമായി കാണല്ലേ. കണ്ടതുകൊണ്ടാടാ നിന്റെ വീടിങ്ങനെ ആയിപ്പോയത്. താഴെ വീണ ഭക്ഷണം ആരാ എടുത്ത് കഴിക്കുന്നത്? ഏത് പെണ്ണാണ് എടുത്ത് കഴിക്കുന്നത്? ഏത് വാപ്പയാ താഴെ വീഴുന്ന ഭക്ഷണം എടുത്ത് കഴിക്കുന്നത്? അത് അല്ലാഹു തന്ന റിസ്കല്ലേ. ഒരു നേരത്തെ അന്നമില്ലാതെ കഷ്ടപ്പെടുന്ന എത്രയോ പാപങ്ങളുണ്ട്. ലോക്ക്ഡൗൺ വന്നപ്പോ, വെള്ളപ്പൊക്കമുണ്ടായപ്പോ കഴിക്കാൻ ഭക്ഷണമില്ലാതെ പ്രയാസപ്പെട്ടതൊക്കെ നീ മറന്നുപോയോ മനുഷ്യ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, താഴെ വീണ ഭക്ഷണത്തെ നീ സാരമായി കാണല്ലേ, അത് നിനക്കും നാശമാ, അത് നിനക്കും നഷ്ടമാ. താഴെ വീണ ഭക്ഷണം ഇടത് കൈ കൊണ്ട് വൃത്തിയാക്കി കഴിക്കണമെന്നല്ലേ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ താഴെ വീണ ഭക്ഷണത്തെ പരിഗണിക്കാതെ വന്നപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആയിഷ, ആ ഭക്ഷണത്തെ നിന്ദിക്കാതെ എടുത്ത് വൃത്തിയാക്കി കഴിക്കുക ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ, പെങ്ങളെ, പണ്ടത്തെ പെണ്ണുങ്ങളും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നറിയുമോ? പണ്ട് നീ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരൽപ്പം ഭക്ഷണം താഴെ വീണാ നിന്റെ ഉമ്മയത് വാരിയെടുത്ത് പാത്രത്തിൽ ഇട്ടു തന്നിട്ട് നിനക്ക് പറഞ്ഞു തരുമായിരുന്നു, ഇത് നിന്റെ വാപ്പയുടെ രക്തം വിയർപ്പാക്കി അധ്വാനിച്ചുണ്ടാക്കിയതാണ്. കളയല്ലേ മോളെ, കളയല്ലേ മോളെ. നിന്റെ ഉമ്മ താഴെ വീണ ഭക്ഷണം പോലും നിനക്കെടുത്ത് നിന്നെ തീറ്റിപ്പിച്ചു. പക്ഷേ നീയോ മോളെ, നിന്റെ പൊന്നുമകൻ ഒരു പാത്രം ചോറെടുത്ത് കൊണ്ട് കളഞ്ഞാലും നീ മിണ്ടാത്തവളല്ലേ. നിനക്ക് നിസാരമായി പോയല്ലോ, നിനക്ക് നിസാരമായി പോയില്ലേ. ലൈൻ ശകർത്തും ലഅസീദന്നകും വലൈൻ കഫർത്തും മിൻ അദാബി ലശദീദ്. അല്ലാഹുവിന് തരാനും അറിയാ, പിച്ചച്ചട്ടി എടുപ്പിക്കാനും അല്ലാഹുവിനറിയാം പെങ്ങളെ. എടീ, നിനക്ക് ഭക്ഷണം തരാനും അല്ലാഹുവിനറിയാ. ഈ ബദർ പള്ളിയുടെ മുന്നിൽ വെള്ളിയാഴ്ച തോർത്തു വിരിച്ചിട്ട് നിന്നെ കൊണ്ട് തെണ്ടിപ്പിക്കാനും അല്ലാഹുവിനറിയാമെന്ന് നീ മറന്നു പോകരുത്. ഈ സദസ്സിലിരിക്കുന്നവരോടും എനിക്കത് തന്നെയാ പറയാറുള്ളത്. അല്ലാഹു തന്ന നിഅമത്താണ് റിസ്ക്, അല്ലാഹു തരുന്ന നിഅമത്താണ് റിസ്ക്. അതിനെ നീ കളിയാക്കരുത്, അതിനെ നീ അവഹേളിക്കരുത്, അതിനെ നിസാരമായി കാണരുത്. നിസാരമായി കണ്ട സഹോദരാ, നിന്റെ ജീവിതം പ്രയാസമാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ബർക്കത്ത് വേണോ? അല്ലാഹു നൽകിയതിൽ നിന്ന് ഇനിയെങ്കിലും നിനക്ക് രക്ഷപ്പെടാറ്, ഇനിയെങ്കിലും നിനക്ക് ഈ ദുനിയാവിൽ രക്ഷപ്പെടണോ? സലാമിനെ അധികരിപ്പിച്ചോ. ഫോൺ വിളിക്കുമ്പോ പോലും ഭാര്യയാണ് വിളിക്കുന്നതെന്ന് നിനക്കറിയാ. എത്ര പേരാ സലാം പറയുന്നത്? വാപ്പയാണ് വിളിക്കുന്നത്, ഉമ്മയാണ് വിളിക്കുന്നത്, മക്കളാണ് വിളിക്കുന്നത്. ആരാണ് വിളിക്കുന്നതെന്ന് നിനക്കറിയുമല്ലോ മനുഷ്യ. പിന്നെയും നീ ഹലോ എന്നെന്തിനാ ചോദിക്കുന്നത്?